കസാര നിസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നാളെ ഓർമ്മപ്പെടുത്താം. കസാരയിൽ നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമുണ്ട്, പറ്റുന്നവരുണ്ട്, പറ്റാത്തവരുണ്ട്. കസാരയിൽ നിസ്കരിക്കാൻ പറ്റുകയില്ല എന്ന് സ്വയം തോന്നിയാലും ശരീരത്ത് അനുവദിക്കാത്ത ചില ആളുകളുണ്ട്. അത് ഏതൊക്കെ നിസ്കാരത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ നിസ്കരിക്കുമ്പോൾ തന്നെ കസാര ഇങ്ങനെ വെക്കണം, എല്ലാം നാളെ പറയാം. ഇന്ന് പറയുന്ന വിഷയം സുന്നത്തുകൾ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാതെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ പറ്റിപ്പോകുന്ന പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ. ഒന്ന്, ഏത് സൂറത്തിന്റെയും തുടക്കത്തിൽ നമ്മളൊക്കെ ബിസ്മി ഓതിയിട്ടാണ് ഫാത്തിഹ ഓതുക, ബിസ്മി ഓതിയിട്ടാണ് സൂറത്തുകളൊക്കെ ഓതുക. എന്നാൽ ആ ബിസ്മിയുടെ മുമ്പ് അഊദു ഓതൽ സുന്നത്താണ്. പതുക്കെ ഇമാമാണെങ്കിൽ ഇമാം പതുക്കെ ഓതൽ സുന്നത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ഫാത്തിഹ സൂറത്ത് ആരംഭിക്കുകയാണെങ്കിലും സാധാ സൂറത്ത് ആരംഭിക്കുകയാണെങ്കിലും ഒക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന സുന്നത്ത് എടുക്കാൻ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട നമ്മളല്ലാതെ പിന്നെ ആരത് എടുക്കുക? അപ്പൊ അതുകൊണ്ട് ആ സുന്നത്ത് ഒഴിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം, നിസ്കാരത്തിൽ നമ്മളിപ്പോ ഖിയാമിലാണ്, നൃത്തത്തിലാണ്, ഫാത്തിഹ ഓതി സൂറത്തുകളൊക്കെ ഓതി. ഉദാഹരണം, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അല്ലാഹു അക്ബർ. ശ്രദ്ധിച്ചില്ല? ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അല്ലാഹു അക്ബർ. പറ്റില്ല. ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന് സൂറത്ത് ഉദാഹരണം പറഞ്ഞതാണ്. ഇനി അവിടെ പിടിക്കണ്ട. അത് ഇന്നായത്തിനാക്ക് ഓതുമ്പോഴാണ് എന്ന് മനസ്സിലാക്കേണ്ട. അത് ചെറിയ സൂറത്ത് ഓതിയെന്ന് മാത്രം. ഇനി ഫാത്തിഹ തന്നെ ഓതി എങ്ങനെയാണെങ്കിലും ഒരു സൂറത്ത് ചെറിയ നിലക്ക് ഓതൽ സുന്നത്താണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ. ഇനി തീരെ സമയമില്ല, നമ്മുടെ ട്രെയിന് വരാൻ സമയമായിട്ടുണ്ട്, നമ്മളിപ്പോ സൂറത്തൊക്കെ മണിച്ച് കിണിച്ച് നിന്നാൽ ട്രെയിനങ്ങ് പോകും. എന്നാൽ പിന്നെ സൂറത്ത് ഓതാൻ സമയമില്ലാത്തവരാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തെങ്കിലും ഓതുക. എന്നാൽ സൂറത്ത് ഓതിയ അസ്ലു സുന്നത്ത് കിട്ടുന്ന അങ്ങനെ സൂറത്ത് ഓതി നമ്മൾ നേരെ റുക്കൂഇലേക്ക് പോകാതെ അല്ലാഹു അക്ബർ ഇങ്ങനെ പോകാം. കൈ മേൽപോട്ട് പൊക്കി അല്ലാഹു. നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചു വെച്ച ഒരു രീതിയാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. അല്ലാഹു അക്ബർ. പോയിക്കൂടാ. കൈ മേൽപോട്ട് പൊക്കിയതിന് ശേഷം വേണം റുക്കൂഇലേക്ക് പോകാൻ. ഒരു 3-4 സ്ഥലങ്ങളിലാണ് നിസ്കാരത്തിൽ ഇങ്ങനെ കൈ പൊക്കാൻ പാടുള്ളൂ. എല്ലാ സമയത്തും ഇങ്ങനെ കൈ പൊക്കാനും പറ്റില്ല. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ കൈ പൊക്കി. പിന്നെ നമ്മൾ റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ. റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ കൈ പൊക്കി. ഇനി അടുത്തൊന്നും കൈ പൊക്കരുത്. സുജൂദിലേക്ക് പോകുമ്പോൾ കൈ പൊക്കലുണ്ടോ? ഇല്ലല്ലോ. സുജൂദിലേക്ക് പോകുമ്പോൾ കൈ പൊക്കരില്ല. 2 സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും കൈ പൊക്കരില്ല. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും കൈ പൊക്കാൻ പാടില്ല. സാധാരണ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അല്ലാഹു. പിന്നെ കൈ പൊക്കണം. ഇവിടെ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞ ശേഷം, ഒന്നാമത്തെ അത്തഹിയ്യാത്ത് രണ്ടാമത്തെ റക്അത്ത് ആകുമ്പോഴാണല്ലോ. അപ്പൊ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോൾ അല്ലാഹു അക്ബർ ഇങ്ങനെ മുന്നിയാലും പോരാ. അപ്പോൾ പിന്നെ അല്ലാഹു അക്ബർ. അപ്പൊ കൈ പൊക്കേണ്ടത് എവിടെയൊക്കെയാണ്? ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ പൊക്കണം.
റുക്കൂഇലേക്ക് പോകുമ്പോൾ കൈ പൊക്കണം. റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈ പൊക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കൈ പൊക്കേണ്ടത് നെക്സ്റ്റ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ കൈ പൊക്കാൻ പാടില്ല. രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് അത്തഹിയ്യാത്ത്, ഒന്നാമത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് അത്തഹിയ്യാത്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കൈ പൊക്കണം. ഇതൊക്കെയാണ് സുന്നത്ത്. എല്ലാ റക്അത്തിലും ഇങ്ങനെ കൈ പൊക്കൽ സുന്നത്തിന് എതിരാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി പകർത്തുക. അത് വിശ്വാസികൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സുന്നത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുന്നത്തുകൾ മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പകർത്തേണ്ടുന്ന നിത്യജീവിതത്തിലെ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ എടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിനൽ ശഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന കാലം, അങ്ങനെ ആരെങ്കിലുമൊക്കെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവർക്ക് 100 ഷഹീദിന്റെ കൂലി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 100 ഷഹീദിന്റെ കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു ആലങ്കാരിക പ്രയോഗമായി നമ്മൾ കണക്കാക്കുകയാണ്. ഉഹദിന്റെ കെട്ടിൽ മറവിട്ട് കിടക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഹജ്ജിന് പോയ ആളുകളും ഉംറക്ക് പോയ ആളുകളൊക്കെ ഉഹദിന്റെ കെട്ടിന്റെ മുന്നിൽ തടിച്ചുകൂടി ആ സ്ഥലം സന്ദർശിക്കാനും അവിടെ വെച്ച് ദുആ ചെയ്യാനും തിക്കും തിരക്കുണ്ടാക്കുകയാണ്. ഈ ഹംസ റളിയല്ലാഹു അൻഹു ആണ് ശുഹദാക്കളെ നേതാവ്. ഹംസ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഉഹദ് പോർക്കളത്തിൽ കൊല ചെയ്യപ്പെട്ടത് എന്ന് വിവരിക്കാൻ പറ്റുന്ന സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കിയ നിലക്കാണ് ബഹുമാനപ്പെട്ട ഹംസ തങ്ങൾ കൊല ചെയ്യപ്പെട്ടത്. അങ്ങനെയുള്ള 100 ശുഹദാക്കൾക്ക് കൊടുക്കുന്ന കൂലി സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയാൽ അല്ലാഹു തആല കൊടുക്കും. തമാശക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാക്കുകളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് പകർത്താൻ നമുക്കൊണ്ട് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വലത്തെ കൈകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. നമ്മളെല്ലാവരും വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ള വിദ്അത്ത് നമ്മൾ മുറ തെറ്റാതെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുക. വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല. വലത്തെ കൈകൊണ്ട് തന്നെ വെള്ളം കുടിക്കണം. അതാണ് സുന്നത്ത്. അത് മംഗല വീട്ടിൽ പോയാലും സ്വന്തം വീട്ടിൽ വെച്ചാണെങ്കിലും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് തന്നെ വെള്ളം കുടിക്കണം. നമ്മുടെ വിഷമം എന്താണെന്നറിയോ? ഈ ക്ലാസ്സിൽ കറിയായി നമ്മളെ ബേജാറാണ്. സംഗതി ഭക്ഷണം കഴിക്കുന്ന നമ്മളെ കൈ ഒന്നാകെ കറിയാണ്, നമുക്ക് പ്രശ്നം തോന്നിയില്ല. പ്ലേറ്റില് കറിയാണ്, നമുക്ക് പ്രശ്നമില്ല. അവിടെ കറി വിളമ്പിക്കൊണ്ട് വന്ന പാത്രത്തിൽ നിറയെ കറിയാണ്, നമുക്ക് പ്രശ്നമില്ല. അതേ സമയത്ത് ഇത് കഴിഞ്ഞാൽ, ഉപയോഗം കഴിഞ്ഞാൽ ഇത് മറ്റൊരാൾക്ക് കൊടുക്കാത്ത ഗ്ലാസ്സാണ് പലപ്പോഴും ഉണ്ടാക്കുക. അത് പുറത്തു കൊണ്ടുപോയി കത്തിക്കാനുള്ള ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ ഒരു കറിയായി പോകുമ്പോ എന്താ നമ്മുടെ ബേജാറ്? നമ്മളൊരിക്കലും ബേജാറാകേണ്ട ആവശ്യമില്ല. കറിയാവട്ടെ, കറിയാകുകയാണെങ്കിൽ കറിയാകട്ടെ. അവിടെ സുന്നത്ത് പാലിക്കാൻ നമുക്കൊണ്ട് കഴിയണം. ഇനിയൊരു വീട്ടിൽ നിന്നൊരു കുപ്പി ഗ്ലാസ്സിലാണ് വീട്ടിൽ, ആ ഗ്ലാസ് ഏതായാലും കത്തിക്കൂല, വലിച്ചെറിയൂല. ആ ഗ്ലാസ് വീണ്ടും ഉപയോഗിക്കും. വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ആ ഗ്ലാസ്സിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ വെക്കുക.
നമ്മൾ ഉപയോഗിച്ച ഗ്ലാസ്സിൽ കറിയൊന്നും ആയിട്ടില്ല. എന്നാൽ തന്നെയും മറ്റൊരാൾക്ക് ഭക്ഷണം 2-ാം ട്രിപ്പിലോ മറ്റോ വിളമ്പി കൊടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റും ആ ഗ്ലാസും കഴുകാതെ ഒരു കുറക്കാനും കൊടുക്കില്ല. കറി ആയാലും കറിയാകില്ലെങ്കിലും ഗ്ലാസ് കിട്ടും, പ്ലേറ്റ് കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സുന്നത്ത് അവഗണിക്കുന്നത്? ഈ സുന്നത്ത് നിർബന്ധമായും എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിസ്സാരമായി തോന്നിയ കാര്യമാണ്, പക്ഷെ വലിയ കൂലി കിട്ടുന്ന സുന്നത്താണ് എന്ന് കൂടെ മനസ്സിലാക്കണം. കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാല് കൊണ്ട് ധരിക്കണം. ഡ്രസ് ധരിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ടായിരിക്കണം ഡ്രസ്സിന്റെ നമ്മളെ ഈ കൈ കൊണ്ട് വലത്തെ കൈയോടെ ധരിക്കാൻ ശ്രമിക്കണം. അതൊക്കെയാണ് സുന്നത്ത്. അപ്പൊ പള്ളിയിൽ നിന്ന് നമ്മളിങ്ങനെ പുറത്തിറങ്ങാം, അതെന്താ ചെയ്യേണ്ടത്? വലത്തെ കാലം കൊണ്ട് ചെരുപ്പ് ധരിക്കണം. അപ്പൊ ഇറങ്ങുന്ന ആള് ഒരു പക്ഷേ ഇടത്തെ കാലിന്റെ ചെരുപ്പിന്റെ മേലെ ചവിട്ടിയിട്ട് വലത്തെ കാലം കൊണ്ട് ചെരുപ്പ് ധരിക്കണം, എന്നിട്ട് ഇടത്തെ കാലിൽ ചെരുപ്പ് ധരിക്കുക. ഈ സുന്നത്ത് നമ്മളിങ്ങനെ ജീവിതത്തിൽ പകർത്തിയാൽ, അല്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിയാൽ പിന്നെ അത് ജീവിതത്തിൽ അതിങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സുന്നത്തുകൾ നിസ്സാരമാണെങ്കിലും എടുത്താൽ 100 ശുഹദാക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അല്ലാഹു നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തായ വാക്കാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.